ത്രേസ്യ, ഈശോ, നിന്റെ പ്രകാശത്തിൽ ഞാൻ ലയിച്ചില്ലാതാകട്ടെ. കൂനമാവ് മഠത്തിലെ ശ്രേഷ്ഠത്തി ആഞ്ഞസമ്മ തന്നയച്ച കത്താണ്. ദീനം കാരണം ഈ കുട്ടിയെ മഠത്തിൽ ചേർക്കാതെ വിട്ടുകളയാൻ തീരുമാനിച്ചതാ. അത്ഭുതമായിട്ട് ദീനം മാറുകയും കുട്ടിയുടെ അടക്കവും ഭക്തിയുമൊക്കെ കണ്ട് പിന്നീട് എടുക്കുകയും ചെയ്തു. കാലം കന്നിമാസം 17 എടത്തുരുത്തിയിൽ ചെറുപ്പുകാരൻ റോസ എന്ന 12 വയസ്സുള്ള പൈതൽ കൂനമാവ് കന്യാസ്ത്രീ മഠത്തിന്റെ എതുകുന്താത്തിൽ പഠിച്ചുവരികയിൽ ആ മാസം ആദ്യം മുതൽ ദീനമായി കിടക്കുകയായിരുന്നു. 17 ദീനം പെട്ടെന്നു കൂടി മരണപ്രമാദത്തിലായി. ഒടുക്കത്തെ ഓപ്പറേഷനുമായും കൊടുത്തു. ഇങ്ങനെ കിടക്കയിൽ ഇവളുടെ ഉള്ളിൽ വലിയ ഒരു ആഗ്രഹം തോന്നുകയും ഉണ്ണി മിശിഹായും ദൈവമാതാവും യൗസേ പിതാവും ഇപ്പോൾ വരും എന്ന് ആരോ പറയുന്ന സ്വരം കേൾക്കുകയും ചെയ്തു. ഇതോടെ ഹൃദയത്തിൽ മഹാസന്തോഷമുണ്ടാകുകയും കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കുകയും ചെയ്തിരുന്നു. എന്റെ ഉണ്ണീശോയെ, എന്റെ മാതാവേ, എന്റെ യൗസേ പിതാവേ, നിങ്ങൾ ഇവിടെ കാണപ്പെട്ടതിനാൽ എന്നെ മരിപ്പിച്ച് നിങ്ങളോടുകൂടെ ആകാശമോക്ഷത്തിൽ പോകുവാൻ സംഗതി വരുത്തിത്തരണമേ എന്നവൾ മനസ്സുകൊണ്ടു പ്രാർത്ഥിച്ചു. അപ്പോൾ നീ ഇപ്പോൾ മരിക്കയില്ല, കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്ന് മാതാവ് പറയുകയും ചെയ്തു. ഈ കാഴ്ച ഏകദേശം 3/4 മണിക്കൂറുണ്ടായിരുന്നു. ഈ കാഴ്ചയുടെ പരിമളം ഇന്ന വിധം എന്ന് ഒപ്പിച്ചു പറയുവാൻ സാധ്യമല്ല. മറയപ്പെട്ടതിനുശേഷം 4-5 നാഴികയോളം ഈ മണം ഉണ്ടായിരുന്നു. മോളെ, നിനക്കെന്നാണ് ഒരു കന്യാസ്ത്രീയാകാൻ ആഗ്രഹമുണ്ടായത്? ഞാൻ കൊച്ചിലേ ആഗ്രഹിച്ചിരുന്നു.
റോസ്മോളെ, മോളുടെ പേരിലൊരു വിശുദ്ധയുണ്ട്, അറിയോ? അറിയാം അമ്മേ, ലീമായിലെ വിസ് റൂസ. ഞാനും ഒരു പുണ്യവതിയാകും, ആരും അറിയാത്ത പുണ്യവതി. എന്താ മോളെ ഇതൊക്കെ ഇടാതെ വെച്ചിരിക്കുന്നേ? പള്ളി പോകുമ്പോ ഇതൊക്കെ നിട്ടൂടെ? എനിക്ക് എന്തിനാ ഇതൊക്കെ? അവിടെ ഇരിക്കട്ടെ, റോസിന് കെട്ടിച്ചു വിടുമ്പോ കൊടുക്കാം. റോസ എവിടെയാ? പിള്ളേരൊക്കെ താഴെ കളിക്കുന്നുണ്ട്. നമുക്കിത് റോസയൊന്ന് ഇടിച്ചു നോക്കാം. ഞാനൊന്ന് വിളിക്കട്ടെ. റോസേ, മോളിങ് വന്നേ. മോളിങ് വന്നേ. ഹായ്, സുന്ദരിയായിരിക്കുന്നു, മണവാട്ടിയെ പോലെ. ഞാനും ഒരു മണവാട്ടിയോ? യേശുവിന്റെ മണവാട്ടി. അമ്മേ, ഞാനൊരു കന്യാസ്ത്രീയാകും. പിന്നെ അതങ്ങ് മനസ്സിൽ വെച്ചാ മതി, അപ്പൻ കേൾക്കണ്ട, ഒന്നിനെ വെച്ചേക്കില്ല. അപ്പനും അമ്മയും സമ്മതിച്ചില്ല. അപ്പൻ വളരെ ദേഷ്യപ്പെട്ടു. അനുജത്തിയെ കന്യാസ്ത്രീയാക്കാമെന്നും പറഞ്ഞു. അനുജത്തി പെട്ടെന്ന് ദീനം വന്ന് മരിച്ചപ്പോ എന്നെ മടത്തി ചേരാൻ സമ്മതിച്ചു. കൂനമാവ് ബോർഡിങ്ങിൽ നിന്ന് തന്നെ യോഗാർത്ഥിനിയായി ചേർന്നു. പിന്നീട് അമ്പഴക്കാട്ടേക്ക് പോന്നു. നാളെ സഭാവസ്ത്ര സ്വീകരണമാണല്ലോ. ഇനി മുതൽ നിനക്കുണ്ടാകുന്ന എല്ലാ ആത്മീയ അനുഭവങ്ങളും വിശദമായും സത്യസന്ധമായും എന്നെ എഴുതി അറിയിക്കണം. എല്ലാം ഞാൻ എഴുതി അറിയിച്ചേക്കാം. ഒരപേക്ഷയുണ്ട്. പിതാവ് അത് വായിച്ചിട്ട് ഉടനെ കീറിക്കളയണം. മറ്റാരെയും കാണിക്കരുത്. Maria tasbagta datta Hallelujah 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 Shambhala Maria tasbagta datta Shambhala Maria kolla Shambhala Maria varlasme പിതാവിനെ കണ്ട് ഒരു അപേക്ഷ ബോധിപ്പിക്കാനാ ഞങ്ങൾ വന്നത്. എന്താ കാര്യം? ഒല്ലൂർ പള്ളിയോടനുബന്ധിച്ചൊരു വിധവാശ്രമം തുടങ്ങണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ട ഏർപ്പാടുകളൊക്കെ ഞങ്ങൾ തന്നെ ചെയ്തോളാം. ചുറ്റുപാടുമുള്ള പെൺകുട്ടികളുടെ നല്ല വിദ്യാഭ്യാസം, നല്ല മതബോധനം എന്നിവയൊക്കെ നടത്തിക്കിട്ടിയ വലിയ ഉപകാരമായിരിക്കും. അതിന് ഒരു കന്യാസ്ത്രീ മഠം തന്നെ വേണം. ഇവിടെ ഒരു കന്യാസ്ത്രീ മഠമൊക്കെ അനുവദിച്ചു കിട്ടുമോ? അമ്പഴക്കാട്ടെ കർമ്മലീത്ത മഠത്തിൽ നിന്നും കുറച്ച് കന്യാസ്ത്രീകളെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഒരു മഠം തുടങ്ങാം. നിങ്ങൾ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യൂ. അതെത്രയും പെട്ടെന്ന് ചെയ്യാം പിതാവേ. ഒല്ലൂരിലെ ക്രിസ്ത്യാനികൾക്ക് ഇത് വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും. അത് വേഗം തന്നെ വേണം. പുതുകന്യാസ്ത്രീകളുടെ പറഞ്ഞൊപ്പും മഠത്തിന്റെ ആശീർവാദ ദിവസം തന്നെ വെക്കാം. ശരി പിതാവേ. എത്രയും ബഹുമാന വന്യ പിതാവേ, അനുസരണത്തിൻ കീഴ് ഞാൻ എഴുതുന്ന ഈ കാര്യങ്ങൾ
ദയവായി രഹസ്യമാക്കി വെക്കണമെന്നും വായിച്ചു കഴിയുമ്പോൾ കീറിക്കളയണമെന്നും താഴ്മയായി അപേക്ഷിക്കുന്നു. എന്റെ 12ാം വയസ്സിൽ കൂനമ്മാവ് മഠത്തിൽ വെച്ച് മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിൽ പരിശുദ്ധ കുർബാന കൈക്കൊണ്ട ക്ഷണത്തിൽ അനേകം മാലാഖമാരുടെയും വിശുദ്ധരുടെയും കൂടെ പരിശുദ്ധ അമ്മയും ഈശോ മിശിഹായും എഴുന്നള്ളി വന്ന്, ഞാൻ ഇന്നെന്റെ മണവാട്ടിയായി നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നരുളി ചെയ്തു. ഒരു മോതിരം എന്റെ കയ്യിൽ ഇടുവിച്ച് മറഞ്ഞുപോയി. പിന്നെ എന്റെ പറഞ്ഞൊപ്പിന്റെ ദിവസം. വന്യപിതാവിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ ഈശോ വന്ന് വളരെ സ്നേഹപൂർവം മോതിരമൂരി വീണ്ടും ഇടുവിച്ചു. ഡി അന്നംകുട്ടി, നിനക്കൊന്ന് കുളിച്ച് വൃത്തിയായ തുണിയൊക്കെ ഇട്ട് നടന്നാലെന്താ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ നടക്കും. നിങ്ങൾക്കെന്താ? പെണ്ണിനെ കെട്ടിച്ചു വിടാൻ പ്രായായി, എന്നിട്ടും അതിന്റെ ഒരു കോലം കണ്ടില്ലേ? എന്നെ കെട്ടിക്കാൻ നിങ്ങളാരും കഷ്ടപ്പെടണ്ട. ഞാൻ ഇപ്പൊ കെട്ടാനും പോണില്ല. എന്താ മോളെ, എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഈ ചേട്ടത്തിമാർ രണ്ടെന്നെ വെറുതെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുക. അമ്മ ഇവളെ കണ്ടു. ഒന്ന് കുളിച്ച് വൃത്തിയായി നടന്നൂടെ? അടുത്തു വരുമ്പോ നാറും. തലയിലെ വെള്ളമൊച്ചെങ്കിൽ ശ്വാസം മുട്ട് വരും, അതുകൊണ്ടാ. മോൾ എന്റെ കൂടെ വാ, എല്ലാം ശരിയാവും. ഈ എണ്ണയിൽ കുറച്ച് നീ തലയിൽ തേച്ചു കുളിക്ക്. ഇനി നിനക്ക് ഒരസുഖവും വരില്ല. ആഹാ, അന്നക്കുട്ടി കുളിച്ച് സുന്ദരിയായല്ലോ. ഈ ഏപ്രാസം ഒരു പുണ്യപ്പെട്ട അമ്മ തന്നെയാ. അമ്മ നെറ്റിയിൽ എണ്ണ തൊട്ടതിന് ശേഷം എനിക്കൊരസുഖവും വന്നിട്ടില്ല. ഈ എണ്ണപാത്രം പൊന്നിനേക്കാൾ കാര്യമായി ഞാൻ നോക്കും. ചേർപ്പുകാരന്റെ കന്യാസ്ത്രീയോട് എന്തെങ്കിലും കാര്യത്തിന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ അത് നടക്കും, തീർച്ചയാ.
കുഞ്ഞമ്മേ, ഈ കഷായം എവുപ്രാസിമയ്ക്ക് കൊണ്ടു കൊടുക്ക. പാവം എന്തുമാത്രാ കഷ്ടപ്പെടണത്. ആ അമ്മയ്ക്ക് സൂക്കേട് ഒഴിഞ്ഞ നേരില്ല. എന്നാലും അല്പം ജീവൻ വെച്ച ഓടി നടന്നെല്ലാം ചെയ്യും. നടക്കാൻ പറ്റിയില്ലേലും പള്ളി വരെ എത്തി സക്രാരി നോക്കി ഒറ്റ ഇരിപ്പാ. എത്ര മണിക്കൂറാ പ്രാർത്ഥിച്ചോണ്ടായിരിപ്പ്. രോഗാവുമ്പോ ഞാനാണല്ലോ മുറിയിൽ കിടക്കണത്. രാത്രി മുഴുവൻ ഒരു കുരിശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ചിരിക്കുക. ചെലപ്പോ ബോധം മറയും. കുരിശുരൂപം മാറ്റിവെച്ച് കിടത്താൻ നോക്കിയാലും കുരിശുമെന്ന് കൈവിടില്ല. എനിക്ക് ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് എപ്പോഴും ഒരു ആദ്യാ. ആ അമ്മയുടെ മുഖം ഒന്ന് കണ്ടാ മതി, വലിയ ആശ്വാസാ. നീ ഈ കഷായം കൊണ്ടേ പ്രാസമിക്ക് കൊടുത്തേ. എനിക്ക് ധ്യാനിക്കാൻ സാധിക്കുന്നില്ല. നല്ല ചിന്തകളൊന്നും ധ്യാനത്തിൽ വരുന്നില്ല. മോളെ, ചിന്തകളല്ല ധ്യാനം. കണ്ണുകളടച്ച് നമ്മുടെ ദിവ്യ മണവാളനെ ഉള്ളിൽ കണ്ടുകൊണ്ട് അവനെ പ്രണയിക്കുക. അത് തന്നെ മോളെ, പ്രണയിക്കലാണ് ധ്യാനം. സിസ്റ്റർ ഏവുപ്രാസ്യ, സഹോദരിയെ ഈ ഒല്ലൂർ അമലോത്ഭവ മാതാവിന്റെ മഠത്തിലെ ശ്രേഷ്ഠത്തിയാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. വേണ്ട പിതാവേ, എനിക്ക് സ്ഥാനങ്ങളൊന്നും വേണ്ട. അതിനുള്ള യോഗ്യതയും എനിക്കില്ല. മാത്രമല്ല, കൂടെ കൂടെയുള്ള എന്റെ രോഗങ്ങളൊന്നും കാര്യമാക്കണ്ട. പിന്നെ ഇത് സിസ്റ്ററിന്റെ സ്ഥാനത്തിനു വേണ്ടിയുമല്ല, മഠത്തിന്റെ ആവശ്യമാണ്. എല്ലാം അനുസരിക്കുക. എന്റെ നാഥ, നീ തന്നെ ഈ മഠത്തിന്റെ അധിപനായിരിക്കുക. ഇവിടെ ഇരുന്ന് നീ തന്നെ ഭരണം നടത്തുക. ഞാൻ നിന്റെ ദാസിയാണ്. സ്നേഹത്തിൻ നിറവേ അനുഗ്രഹപൂർണതേ മാധുര്യമേറും
മരുന്നുണ്ടാക്കാൻ അമ്മ തന്നയച്ചതാ. അമ്മയോട് ഞാൻ നന്ദി പറയുന്നു എന്ന് പറയണം, പ്രാർത്ഥിക്കുകയും ചെയ്യാം. മരിച്ചാലും മറക്കില്ലാട്ടോ. ഇന്നെന്താ വെക്കുന്നേ? എന്നെ അങ്ങ് വെട്ടി നുറുക്കിയാ വെച്ചോ. ഇതിപ്പോ എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഈ അമ്മ അവിടുത്തെ കന്യാസ്ത്രീകൾക്ക് എപ്പോഴും നല്ല ഭക്ഷണം കൊടുക്കണ ആളാ. അമ്മയ്ക്കാണെങ്കി ഒന്നും വേണ്ട, ആകെ ഒരു നേരെ കഴിക്കുക, അതും രുചിയുള്ളതൊക്കെ മറ്റുള്ളവർക്കായി വെക്കും. പഴയതൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കും. കന്യാസ്ത്രീകൾക്ക് ഇന്ന് ഒന്നുമില്ലാന്നറിഞ്ഞ ആ അമ്മയുടെ കണ്ണ് നിറയും. എനിക്കത് കാണാൻ വയ്യ. ഇന്ന് നമുക്ക് ഒന്നുമില്ല. ഇതും ദൈവത്തിന്റെ ദാനമായി സ്വീകരിച്ച് പള്ളിയിൽ പോയി നമുക്കവിടത്തോട് നന്ദി പറയാം. ഈശംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത് കുറച്ച് അപ്പവും പഴവുമാണ്. ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് ആരോ പറയുന്നത് പോലെ തോന്നി. ഇനിയും ഇടയ്ക്കിടെ കൊണ്ടുവരാം. ഈ ഉപകാരം മരിച്ചാലും മറക്കില്ലാട്ടോ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇത് കഴിക്കും, സ്വല്പം കൂടി. അമ്മ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നോ? ഉച്ച മുതല് ദീനം കൂടുതലാ, ഒരേ കിടപ്പന്നെ. അപ്പൊ പള്ളിയകത്ത് കണ്ടതോ? പള്ളിയിലോ? എന്റെ ഈശോ, രണ്ടിടത്തും ഒരേ നേരത്തോ? എന്താ സഹോദരി? ഞാൻ ഇന്നലെ മരിച്ചു. എന്റെ ഈശോയേ! ഇപ്പോ ശുദ്ധീകരണ സ്ഥലത്തിലാണ്. എന്റെ ഈശോയേ, ഞാനിനി അവിടെ കിടക്കില്ല. എന്താ എന്താ മോളെ? ഞാൻ കണ്ടു, അമ്മയുടെ മുറിയിൽ ആത്മാക്കൾ വരണ ഞാൻ കണ്ടു. ഇന്നലെ മരിച്ചുപോയ ബാർബരമ്മയുടെ ആത്മാവ് വന്നിരുന്നു. എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
എവുപ്രാസ്യ, എന്റെ യേശു, സഹോദരി, എന്താ ഇത്? ഇത് കഠിന മിണ്ടടക്കത്തിന്റെ സമയമാണെന്നറിയില്ലേ? ഇത്ര പ്രായമായിട്ടും യാതൊരു അടക്കവും ഒതുക്കവും ഇല്ലാതെ ഒച്ച വെക്കുന്നോ? അമ്മേ, എനിക്ക് തെറ്റിപ്പോയി. എന്നോട് പൊറുക്കണമേ. ഇന്നേ ദിനം ഓറസ്ലിം ജനങ്ങൾ ഓശാന പാടി യേശുവിനെ സ്വീകരിച്ചെങ്കിലും യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്ന യേശുവിന് ആരും ഭക്ഷണം കൊടുത്തില്ലല്ലോ. അതിനു പരിഹാരമായി പാവപ്പെട്ട ഒരാൾക്ക് നമ്മൾ ഈ ഭക്ഷണം കൊടുക്കുന്നതിന് മുൻപ് നമുക്ക് മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കാം: യേശുവേ, എളിയവളായ ഞാൻ നിന്നെ ക്ഷണിക്കുന്നു. നീ എന്റെ വീട്ടിലേക്ക് എഴുന്നള്ളി വന്ന് എന്റെ മേശയ്ക്കിരുന്ന് ഭക്ഷിക്കണമേ എന്ന്. നമ്മൾ ഇന്ന് ക്ഷണിച്ച ആൾ വന്നെന്ന് തോന്നുന്നു. ഞങ്ങൾ പോയി നോക്കി വരാം. എവുപ്രാസ്യ, നീ എന്തേ ഇത്ര വിയർത്തും ക്ഷീണിച്ചുമിരിക്കുന്നു? നിന്റെ വിരുന്നിനായി നിന്റെ ക്ഷണം സ്വീകരിച്ച് ഞാൻ വന്നിരിക്കുന്നു. നമുക്കിരുവർക്കും ഇരുന്ന് ഭക്ഷിക്കാം. ഇരിക്കാം. ഒരു മണവാട്ടിയുടെ ഭക്ഷണം ഒരു മണവാളന് എത്ര സന്തോഷം നൽകുന്നുണ്ടെന്നറിയാമോ? മോളെ ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. മഠത്തിലൊന്നും കയറിയില്ല, നേരെ എങ്ങ് പോന്നു. എന്താ ചേച്ചി? മോൾ എന്നെ ചേച്ചിന്ന് വിളിക്കുന്നുണ്ടല്ലോ, അത് മതി. സ്വന്തം ചേച്ചിയല്ലെങ്കിലും മോൾ എനിക്ക് സ്വന്തം അനുജത്തിയെ പോലെയാ. ഞാൻ എന്നും ചേച്ചിക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മോളെ ഒന്ന് കാണണമെന്ന് തോന്നി, കണ്ടു. ഇനി എടത്തുരുത്തിക്ക് പോയിട്ട് മോളുടെ അമ്മയൊന്ന് കാണണം. കണ്ടിട്ട് കുറെ നാളായേ. ചേച്ചി ഇനി ഒരിക്കലും അമ്മയെ കാണുകയില്ല. എന്താ പറഞ്ഞേ? അമ്മയ്ക്ക് സഹോദരി, ഒരു കാര്യം പറയാനുണ്ട്, വിഷമിക്കരുത്. എന്താ അമ്മേ? സഹോദരിയുടെ അമ്മ മരിച്ചുപോയി. ഇപ്പോഴാണ് വിവരം അറിയിച്ചത്. എനിക്കറിയാമായിരുന്നു അമ്മേ. എന്റെ യേശു, നീ എല്ലാ കാര്യങ്ങളും ഇവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ടല്ലോ.
കർത്താവേ, നിന്റെ ദുഃഖത്തിൽ നിന്നെ ഞാൻ എങ്ങനെ ആശ്വസിപ്പിക്കും? നിന്റെ വേദനയും സഹനങ്ങളും എന്റെ സഹനങ്ങളോട് ചേർത്ത് വയ്ക്കുക. എവുപ്രാസ്യ, നീ എന്റെ കുരിശിനോട് ചേർന്ന് നിൽക്കുക. എന്റെ കർത്താവേ, എന്റെ ശരീരം വേദന കൊണ്ട് തകർന്നിരിക്കുന്നു. എന്റെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞിരിക്കുന്നു. ഈ വേദനയും ഈ സന്തോഷവും ഇതെനിക്ക് താങ്ങാൻ സാധിക്കുന്നില്ല. എന്റെ കർത്താവേ, എന്റെ കർത്താവേ.